പേരാമ്പ്രയിലെ അനു കൊലപാതക കേസിൽ പ്രതി മുജീബ് റഹ്മാനെ പേരാമ്പ്ര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വിധേയമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. മുൻപ് ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂരിലടക്കം പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. പേരാമ്പ്രയിലെ അനുവിന്റെ കൊലപാതകത്തിൽ പ്രതി മുജീബ് റഹ്മാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പേരാമ്പ്ര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഈ ദിവസങ്ങളിൽ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വിധേയമാക്കും. അനുവിന് പ്രതി ലിഫ്റ്റ് നൽകിയ ബൈക്ക് കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. കസ്റ്റഡി കാലാവധി അവസാനിക്കും മുമ്പ് ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂരിലടക്കം പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. ബൈക്ക് ഉപേക്ഷിച്ച എടവണ്ണപ്പാറയിലും ആഭരണങ്ങൾ വിറ്റ കൊണ്ടോട്ടിയിലും മുജീബിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. മാർച്ച് 11 തിങ്കളാഴ്ച പുലർച്ചെ മട്ടന്നൂരിലെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് മതിൽ പൊളിച്ച് മോഷണം നടത്തി സമീപത്തെ വീട്ടിൽ നിന്ന് ഹെൽമറ്റ് മോഷ്ടിച്ചാണ് പ്രതി പേരാമ്പ്ര ഭാഗത്ത് എത്തുന്നത്. അനു ഫോണിൽ സംസാരിച്ചു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രതി ലിഫ്റ്റ് കൊടുക്കുകയായിരുന്നു. ഇടയ്ക്ക് ബൈക്ക് നിർത്തി തോട്ടിലേക്ക് തള്ളിയിട്ട് അനുവിന്റെ ആഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച അനുവിന്റെ തല തോട്ടിലേക്ക് ചവിട്ടിത്താഴ്ത്തിയാണ് പ്രതി കൊലപാതകം നടത്തിയത്. സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമായതോടെ പ്രതിക്കായി പേരാമ്പ്ര പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. തുടർന്ന് മലപ്പുറം പോലീസിന്റെ സഹായത്തോടെ 57 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മുജീബിനെ അതിസാഹസികമായാണ് അന്വേഷണ സംഘം പിടികൂടിയത്. 4 വർഷം മുമ്പ് മുക്കത്ത് വയോധികയെ ഓട്ടോയിൽ കയറ്റി ക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം വഴിയിൽ ഉപേക്ഷിച്ച കേസിലും മുജീബ് റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ പിന്നീട് ജാമ്യത്തിലിറങ്ങി. പണം തീർന്നാൽ മോഷണത്തിനായി ഇറങ്ങുന്നതാണ് മുജീബ് റഹ്മാന്റെ രീതി. അനുവിന്റെ കൊലപാതകം നടന്ന സമയത്തും പണത്തിന് അത്യാവശ്യമുണ്ടായിരുന്നുവെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. മോഷ്ടിച്ച വാഹനങ്ങളിൽ കറങ്ങി നടന്ന് കവർച്ച നടത്തുന്നതാണ് പതിവ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് സ്ത്രീകളെ ഓട്ടോയിൽ കയറ്റി യാത്രാമധ്യേ ആക്രമിച്ച് അവശരാക്കി ക്രൂരമായി പീഡിപ്പിക്കുകയും ആഭരണങ്ങൾ കവർന്ന് വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ച് കടന്നു കളയുന്നതുമൊക്കെ പ്രതിയുടെ സ്ഥിരം രീതികളാണ്. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.